പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSSന്റെ 100ാം ജന്മദിനമാണ് ഇന്ന്. 1925 സെപ്റ്റംബർ 27-ാം തീയതിയാണ് RSS ജന്മമെടുക്കുന്നത്. കേശവ് ബൽറാം ഹെഡ്ഗേവാർ ആണ് RSS സ്ഥാപിക്കുന്നത്. അന്ന് ഒരു വിജയദശമി ദിനമായിരുന്നു. ഇന്നും വിജയദശമി ദിനം തന്നെയാണ്. ഇന്നാണ് RSSന്റെ 100ാം പിറന്നാൾ. എന്തായാലും RSS 100ാം പിറന്നാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. RSS പിറന്നു വീണ നിമിഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ പിറന്നു വീണിട്ടുണ്ട്. പക്ഷേ ആ സംഘടനകൾക്കൊന്നും ഒരു നൂറ്റാണ്ട് കാലം അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ 1917 ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. അതോടുകൂടിയാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. പിന്നീട് യൂറോപ്പിലും ഏഷ്യയിലേക്കുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തേരോട്ടമായിരുന്നു. എന്നാൽ 1990കളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. പിന്നീട് കിഴക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും പല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ഇല്ലാതായി. എന്തിനേറെ പറയുന്നു, ഇന്നിപ്പോൾ 4-5 രാജ്യങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളത്. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്. അപ്പോഴും RSS ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. അത് വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ അർത്ഥത്തിൽ RSS ഒരു സക്സസ് സ്റ്റോറിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം RSSനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന, ഏറ്റവും വലിയ NGO എന്ന് പറയുന്നത് RSS ആണ് എന്നാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. RSSനെ സംബന്ധിച്ച് നോക്കൂ, RSSൽ 40 ലക്ഷം അംഗങ്ങളാണുള്ളത്. 40 ലക്ഷം പേർ RSSൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നിപ്പോൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം 32 ലക്ഷം മാത്രമാണ്. ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ബഹ്റൈന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 17-18 ലക്ഷം പേർ മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് RSSൽ 40 ലക്ഷം പേർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല, ഒരു സന്നദ്ധ സംഘടനയാണ്. ആ അർത്ഥത്തിൽ ഖത്തറിനേക്കാളും ബഹ്റൈനേക്കാളും ഒരു വലിയ രാജ്യമാണ് RSS. ആ RSSന് ഇന്ന് ഇന്ത്യയിലെമ്പാടുമായി 83,000-ഓളം ശാഖകളുണ്ട്. RSSന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ശാഖകളാണ്. ഈ രാജ്യത്ത് 83,000 ശാഖകളിലായി RSS ഇങ്ങനെ വിന്യസിച്ച് കിടക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. 83,000 ശാഖകളുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് ഉത്തർപ്രദേശിലാണ്. 8,000 ശാഖകളാണ് RSSന് ഉത്തർപ്രദേശിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. 6,845 ശാഖകളാണ് RSSന് കേരളത്തിലുള്ളത്. ഞാൻ വെറുതെ ഒരു താരതമ്യം പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 50 കോടി മനുഷ്യരുടെ സേവനം നടത്തുന്ന ദാതാവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ SBIക്ക് രാജ്യത്ത് ആകമാനം 22,500 ബ്രാഞ്ചുകൾ മാത്രമാണുള്ളത്. അപ്പോൾ RSSന്റെ ഒരു വിന്യാസം എത്ര വലുതാണ് എന്ന് നിങ്ങൾ നോക്കൂ. ആ അർത്ഥത്തിൽ RSS ആണ് ലോകത്തിലെ ഏറ്റവും വലിയ NGO, ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നും മാത്രവുമല്ല, RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് BJP എന്ന് പറയുന്നത്. RSS സംഘപരിവാർ സംഘടനയാണ്. ആ പരിവാർ സംഘടനയിൽ ഏതാണ്ട് 30ഓളം സംഘടനകളുണ്ട്. RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് BJP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്, ABVP, വനവാസി കല്യാൺ പരിഷത്ത്, ഇങ്ങനെ നിരവധി സംഘടനകൾ, ബജ്റംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ പരിവാർ സംഘടനകളാണ്. ആ പരിവാർ സംഘടനകളെല്ലാം തന്നെ RSSന്റെ നിയന്ത്രണത്തിലാണ്, RSSന്റെ നേതൃത്വത്തിലാണ്, RSSന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന BJP RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം ഫിസിക്കൽ അസറ്റുള്ള, സാമ്പത്തിക ശക്തിയുള്ള, അധികാരം കൈയാളുന്ന പാർട്ടിയാണ് RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള BJP എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി RSSന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ RSS ഭാവന ചെയ്തത് ഒരു ഹിന്ദു രാഷ്ട്രത്തെയാണ്. ആ ഹിന്ദു രാഷ്ട്രത്തെ ഭാവന ചെയ്യുന്നത് കൊണ്ട് തന്നെ RSSന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ കഴിയില്ല. എന്നാൽ ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്ക് RSSന്റെ സംഘടനാ പ്രവർത്തകർ പാത്രമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും സ്വതന്ത്ര ഇന്ത്യ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തീരുമാനിക്കുന്നത് RSS ആണ്. RSSന്റെ നോമിനിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് RSSന്റെ നോമിനിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് RSSന്റെ പ്രചാരകനാണ്. ഇന്ത്യൻ ക്യാബിനറ്റ് എന്ന് പറയുന്നത് RSSന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിൽ 19 സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയോ BJPയുടെ സഖ്യ
സഖ്യകക്ഷികളോ BJP-യുടെ സഖ്യകക്ഷി ഭരണമോ ആണ്. ആ അർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിധത്തിൽ ഇന്ത്യയെ മുഴുവൻ പിടിച്ചടക്കി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് RSS. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആകട്ടെ കേവലം 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 1952 ആദ്യമായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 വർഷം പിന്നിടുന്ന RSS എന്ന് പറയുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ്. ആ അർത്ഥത്തിൽ RSS ആണ് ഇന്ന് ഇന്ത്യ എങ്ങോട്ട് പോകണം എന്ന്, ഇന്ത്യ എങ്ങോട്ട് സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS-ന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തേണ്ടത് തന്നെയുണ്ട്. വളരെ സാവധാനത്തിലാണ് RSS പ്രവർത്തിക്കുക, വളരെ അവധാനതയോടുകൂടിയാണ് RSS പ്രവർത്തിക്കുക. നിങ്ങൾക്ക് RSS-ന്റെ ഒരു പൊതുസമ്മേളനം കാണാൻ കഴിയില്ല, RSS-ന്റെ ഒരു മഹാറാലി കാണാൻ കഴിയില്ല. വളരെ നിശബ്ദമായ ആശയ പ്രചരണത്തിലാണ് RSS എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. ഒരു ചാനൽ ചർച്ചയിലും RSS-ന്റെ ഒരു വക്താവിനെ കാണാൻ കഴിയില്ല. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റുകൾ ഉള്ളപ്പോൾ പോലും RSS-ന്റെ ഓഫീസുകൾ കാണാൻ കഴിയില്ല. അവർക്ക് ജില്ലാ കാര്യാലയങ്ങളും സംസ്ഥാന കാര്യാലയവും മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നാഗ്പൂരാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ നിശബ്ദമായി അടുത്തട്ടിൽ പ്രചാരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൂക്ഷ്മമായ രീതിയാണ് RSS എക്കാലവും അവലംബിച്ചിട്ടുള്ളത്.